സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 30 കോഡിൽ മൂന്നാമത്തെ കോഡാണ് ഡു ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കുറച്ച് സെൻറ്റൻസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡു യൂസ് ചെയ്ത് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കോഡ് ഡു ആണ്. ഡു ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ഡു ഒരു ഹെൽപ്പിംഗ് വെർബാണ്. ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ലൈക്ക് ടീ? നിങ്ങൾക്ക് ചായ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടീ? നിങ്ങൾക്ക് ചായ ഇഷ്ടമാണോ? നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ലൈക്ക് സാൻഡ്വിച്ച്? ചായ ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ലൈക്ക് ടീ? നിങ്ങൾക്ക് ചായ ഇഷ്ടമാണോ? നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ലൈക്ക് ടീ? നിങ്ങൾക്ക് മീൻ കറി ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ലൈക്ക് ഫിഷ് കറി? നിങ്ങൾക്ക് മീൻ കറി ഇഷ്ടമാണോ? സംസാരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? താമസിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ലിവ് ഹിയർ? നിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടോ? ഡു യു ലിവ് ഹിയർ? നിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടോ? ചോദിക്കുക. ഡു യു പ്ലേ ക്രിക്കറ്റ്? നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമോ? ഡു യു പ്ലേ ക്രിക്കറ്റ്? നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമോ? ഇതൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ യെസ് പറയുക, കളിക്കില്ലെങ്കിൽ നോ പറയുക കേട്ടോ. പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കില്ല. ഡു യു സ്റ്റഡി എവരി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി എവരി ഡേ? നിങ്ങൾ എവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാറുണ്ടോ? അറിയുമോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു നോ ഹിം? നിങ്ങൾക്കവനെ അറിയുമോ? ഡു യു നോ ഹിം? നിങ്ങൾക്കവനെ അറിയുമോ? നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഒരു പേനയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ഹാവ് എ പെൻ? നിങ്ങളുടെ കയ്യിൽ ഒരു പേനയുണ്ടോ? ഡു യു ഹാവ് എ പെൻ? നിങ്ങളുടെ കയ്യിൽ ഒരു പേനയുണ്ടോ? ടി വി കാണാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു വാച്ച് ടി വി? നിങ്ങൾ ടി വി കാണാറുണ്ടോ? ഡു യു വാച്ച് ടി വി? നിങ്ങൾ ടി വി കാണാറുണ്ടോ? ചോറ് കഴിക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ഈറ്റ് റൈസ്? നിങ്ങൾ ചോറ് കഴിക്കാറുണ്ടോ? ഡു യു ഈറ്റ് റൈസ്? നിങ്ങൾ ചോറ് കഴിക്കാറുണ്ടോ? ഓടിക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ഡ്രൈവ് എ കാർ? നിങ്ങൾ കാർ ഓടിക്കാറുണ്ടോ? ഡു യു ഡ്രൈവ് എ കാർ? നിങ്ങൾ കാർ ഓടിക്കാറുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു ദേ വർക്ക് ഹിയർ? അവരിവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ഡു ദേ വർക്ക് ഹിയർ? അവരിവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു ദേ വർക്ക് ഹിയർ? അവരിവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ഡു ദേ വർക്ക് ഹിയർ? അവരിവിടെ ജോലി ചെയ്യുന്നുണ്ടോ? സമയമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു വി ഹാവ് ടൈം? നമുക്ക് സമയമുണ്ടോ? ഡു വി ഹാവ് ടൈം? നമുക്ക് സമയമുണ്ടോ? ായി തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു ഐ ലുക്ക് ടയേർഡ്? ഞാൻ ക്ഷീണിതനായി തോന്നുന്നുണ്ടോ? ഡു ഐ ലുക്ക് ടയേർഡ്? ഞാൻ ക്ഷീണിതനായി തോന്നുന്നുണ്ടോ? ചില സമയത്ത് നമ്മളെ കണ്ടാൽ നമുക്ക് പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കില്ലേ, എന്നെ കണ്ടാൽ ക്ഷീണം പിടിച്ച പോലെ തോന്നുന്നുണ്ടോ ചോദിക്കില്ലേ? അതിനാണ് ഇത് ചോദിക്കുക കേട്ടോ. ഡു ഐ ലുക്ക് ടയേർഡ്? എന്നെ കണ്ടാൽ ക്ഷീണിതനായി തോന്നുന്നുണ്ടോ? മാതാപിതാക്കൾ ഇവിടെ താമസിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യുവർ പാരൻസ് ലിവ് ഹിയർ? നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെ താമസിക്കുന്നുണ്ടോ? ഡു യുവർ പാരൻസ് ലിവ് ഹിയർ? നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെ താമസിക്കുന്നുണ്ടോ? ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യുവർ ഫ്രണ്ട്സ് പ്ലേ ഫുട്ബോൾ? നിങ്ങളുടെ സുഹൃത്തുക്കൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു യുവർ ഫ്രണ്ട്സ് പ്ലേ ഫുട്ബോൾ? നിങ്ങളുടെ സുഹൃത്തുക്കൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സഹായം വേണോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു നീഡ് ഹെൽപ്പ്? നിങ്ങൾക്ക് സഹായം വേണോ? ഡു യു നീഡ് ഹെൽപ്പ്? നിങ്ങൾക്ക് സഹായം വേണോ? ഡു യു റിമെമ്പർ മീ? നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ മീ?
നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ബിലീവ് ദീസ്? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ് ദീസ്? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ബിലീവ് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡു യു വാണ്ട് കോഫി? നിങ്ങൾക്ക് കാപ്പി വേണോ? ഡു യു വാണ്ട് കോഫി? നിങ്ങൾക്ക് കാപ്പി വേണോ? വേണ്ടാന്നുള്ളതിന് ഇങ്ങനെ പറയാ, ഡോണ്ട് വറി, വിഷമിക്കേണ്ട. ഡോണ്ട് വറി, വിഷമിക്കേണ്ട. ഇങ്ങനെ പറയാ, ഡു നോട്ട് റൺ, ഓടരുത്, നടക്കരുത്. ഡു നോട്ട് വാക്ക്, നടക്കരുത്. വിളിക്കരുത്, ഒച്ച വെക്കരുത് എന്നിങ്ങനെ പറയാ, ഡോണ്ട് ഷൗട്ട്, ഒച്ച വെക്കരുത്, ഉറക്കെ വിളിക്കരുത്. ഡോണ്ട് ഷൗട്ട്. വൈകരുത് എന്നിങ്ങനെ പറയാ, ഡു നോട്ട് ബി ലേറ്റ്, വൈകരുത്. ഡോണ്ട് ബി ലേറ്റ്, വൈകരുത്. എന്നെങ്ങനെ പറയാ, ഡോണ്ട് ടച്ച് ഇറ്റ്, അത് തുടരുത്. ഡോണ്ട് ടച്ച് ഇറ്റ്, അത് തുടരുത്. ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്. ഇങ്ങനെ പറയാ, ഡോണ്ട് മേക്ക് നോയ്സ്, ശബ്ദം ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് നോയ്സ്, ശബ്ദം ഉണ്ടാക്കരുത്. നോയ്സ് പറഞ്ഞാൽ ശബ്ദം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്നിങ്ങനെ പറയാ, ഡോണ്ട് ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്കരുത്. ഡോണ്ട് ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്കരുത്. എന്നിങ്ങനെ പറയാ, ഡോണ്ട് വേസ്റ്റ് ടൈം, സമയം പാഴാക്കരുത്. ഡോണ്ട് വേസ്റ്റ് ടൈം, സമയം പാഴാക്കരുത്. എന്നിങ്ങനെ പറയാ, ഡോണ്ട് ലൈ, കള്ളം പറയരുത്. ഡോണ്ട് ലൈ, കള്ളം പറയരുത്. ഗൃഹപാഠം ചെയ്യൂ എന്നിങ്ങനെ പറയാ, ഡു യുവർ ഹോംവർക്ക്, നിങ്ങളുടെ ഗൃഹപാഠം ചെയ്യൂ. ഡു യുവർ ഹോംവർക്ക്, നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യൂ. നല്ല ശ്രമം നടത്തൂ എന്നിങ്ങനെ പറയാം, ഡു യുവർ ബെസ്റ്റ്, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യൂ. ഡു യുവർ ബെസ്റ്റ്. ഇപ്പോൾ ജോലി ചെയ്യൂ എന്നിങ്ങനെ പറയാം, ഡു ദ വർക്ക് നൗ, ഇപ്പോൾ ജോലി ചെയ്യൂ. ഡു ദ വർക്ക് നൗ, ഇപ്പോൾ ജോലി ചെയ്യൂ. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള അർത്ഥം കേട്ടോ. ഡിഷസ്, പാത്രങ്ങൾ കഴുകൂ. ഡു ദ ഡിഷസ്, പാത്രങ്ങൾ കഴുകൂ. ഡിഷ് പറഞ്ഞ പാത്രം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വ്യായാമം ചെയ്യൂ എന്നെങ്ങനെ പറയാം, ഡു എക്സസൈസ് ഡെയിലി, ദിവസവും വ്യായാമം ചെയ്യൂ. ഡു എക്സസൈസ് ഡെയിലി, ദിവസവും വ്യായാമം ചെയ്യൂ. എന്നിങ്ങനെ പറയാം, ഡു മീ എ ഫേവർ, എനിക്കൊരു സഹായം ചെയ്യൂ. ഡു മീ എ ഫേവർ, എനിക്കൊരു സഹായം ചെയ്യൂ. ശ്രദ്ധയോടെ ചെയ്യൂ എന്നെങ്ങനെ പറയാം, ഡു ഇറ്റ് കെയർഫുള്ളി, അത് ശ്രദ്ധയോടെ ചെയ്യൂ. ഡു ഇറ്റ് കെയർഫുള്ളി. കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡു ഇറ്റ് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചെയ്യൂ. ചെയ്യൂ എന്നെങ്ങനെ പറയാം, ഡു ഇറ്റ് എഗെയിൻ. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നുള്ള അർത്ഥമാണ്. ഡു ഇറ്റ് എഗെയിൻ, അത് വീണ്ടും ചെയ്യൂ. ചെയ്യൂ എന്നെങ്ങനെ പറയാം, ഡു ആസ് ഐ സേ, ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. ഡു ആസ് ഐ സേ, ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. കടമ നിർവഹിക്കൂ എന്നെങ്ങനെ പറയാം, ഡു യുവർ ഡ്യൂട്ടി, നിങ്ങളുടെ കടമ ചെയ്യൂ. ഡു യുവർ ഡ്യൂട്ടി, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ. വായിക്കാറുണ്ടോ എന്നിങ്ങനെ പേർക്ക് ചോദിക്കുക. ഡു യു റീഡ് ന്യൂസ് പേപ്പർ, നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ഡു യു റീഡ് ന്യൂസ് പേപ്പർ, നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ലൈക്ക് മ്യൂസിക്, നിങ്ങൾക്ക് സംഗീതം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മ്യൂസിക്, നിങ്ങൾക്ക് സംഗീതം ഇഷ്ടമാണോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഭേദമാണോ എന്ന് ചോദിക്കുക. ഡു യു ഫീൽ ബെറ്റർ നൗ, നിങ്ങൾക്ക് ഇപ്പോൾ ഭേദമാണോ, സുഖമാണോ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ സുഖമായോ എന്ന് ചോദിക്കില്ലേ. ഡു യു ഫീൽ ബെറ്റർ നൗ, നിങ്ങൾക്കിപ്പോൾ സുഖമായോ? ണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ഗോ ടു ടെമ്പിൾ, നിങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ടോ? നിങ്ങൾ പള്ളിയിൽ പോകാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ഗോ ടു ചർച്ച്, നിങ്ങൾ പള്ളിയിൽ പോകാറുണ്ടോ? നിങ്ങൾ മുസ്ലിം പള്ളിയിൽ പോകാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ഗോ ടു മോസ്ക്, നിങ്ങൾ മുസ്ലിം പള്ളിയിൽ പോകാറുണ്ടോ? പാചകം ചെയ്യാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു കുക്ക് അറ്റ് ഹോം, നിങ്ങൾ വീട്ടിൽ പാചകം ചെയ്യാറുണ്ടോ? ഡു യു കുക്ക് അറ്റ് ഹോം, നിങ്ങൾ വീട്ടിൽ, അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ പാചകം ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു യൂസ് മൊബൈൽ ഫോൺ, നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? ഡു യു യൂസ് മൊബൈൽ ഫോൺ, നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ, ഉപയോഗിക്കാറുണ്ടോ? ചോദ്യം ചോദിക്കാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ?
ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാറുണ്ടോ? എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ? എനി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ചെയ്യാൻ ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു ലൈക്ക് ട്രാവലിംഗ്? നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ട്രാവലിംഗ്? നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? ഡെയിലിയും വ്യായാമം ചെയ്യാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു എക്സസൈസ് എവരി മോർണിംഗ്? നിങ്ങൾ എന്നും രാവിലെ വ്യായാമം ചെയ്യാറുണ്ടോ? ഡു യു എക്സസൈസ് എവരി മോർണിംഗ്? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യാറുണ്ടോ? ഇംഗ്ലീഷ് മനസ്സിലാവുമോ എന്നിങ്ങനെ ചോദിക്കുക. ഡു യു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുമോ? ഡു യു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുമോ? ഇന്നത്തെ ഡു ഉപയോഗിച്ചുള്ള കോഡൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നു. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഡു ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുക. അതൊരു ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യെസ് ആണോ ആൻസർ, യെസ് ഓർ നോ ഇങ്ങനത്തെ ആൻസർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഡു മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണാം, അത് വീട്ടിലും ഫ്രണ്ട്സിനോടും ഉപയോഗിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടിക്കലായി യൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.